ഹലോ ഗായ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രസീൽ ഒഫീഷ്യലി അങ്ങനെ സെക്കൻഡ് റൗണ്ടിലേക്ക് എൻട്രി ആയിരിക്കുകയാണ്. റൗണ്ട് ഓഫ് 32 മിക്കവാറും ജപ്പാനിലേക്ക് അവർ ഫേസ് ചെയ്യാം. അതായതാണ് ഗ്രേറ്റ് ഗെയിം എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത്. കാരണം എനിക്ക് കളി കാണാൻ സാധിച്ചില്ല. ഞാൻ ആ സമയത്ത് എഴുന്നേറ്റിരുന്നു, പക്ഷേ കളി കാണാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കളി കണ്ടില്ല. പിന്നെ എനിക്ക് പറയാൻ ബാക്കിയുള്ളത്, ഞാൻ തമാശക്ക് സർക്കാസ്റ്റിക്കായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അധികം പേര് കണ്ടിട്ടില്ല എന്നെനിക്കറിയാം. കാരണം എനിക്ക് അതിൻ്റെ വ്യൂസും കാര്യങ്ങളും എല്ലാം നല്ല റിപ്ലൈസും കമൻസും എനിക്ക് അറിയാമല്ലോ ആരൊക്കെ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അത് പേഴ്സണലായിട്ട് അതെടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ്. അവൻ ഭയങ്കരമായിട്ട് എന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് ആ ടീമിനെ അധിക്ഷേപിച്ചു എന്നാണ്, ബ്രസീൽ ടീമിനെ. അവനാണ് ഫുട്ബോൾ രാജാക്കന്മാർ, അതുകൊണ്ട് അവരൊന്നും പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എനിക്കറിയാലോ, ദേ വൺ 5 വേൾഡ് കപ്സ്. ലോകത്തിലെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണ് വേൾഡ് കപ്പ്. അതിൽ 5 കപ്പ് നേടാന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്പുള്ളൊരു സംഭവമല്ല. പക്ഷെ ദേ വോണ്ട് ഇറ്റ്. പിന്നെ എല്ലാ വേൾഡ് കപ്പിനും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണത്. പിന്നെന്ത് ഇതൊക്കെ തന്നെ. ബ്രസീൽ നന്നായി കളിച്ചതെന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം മൈ ബോയ് ആൽസൺ ബക്കർ, അവൻ നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് പറയുന്നത്. ഹിഡൻ ആഗ്രഹിച്ചോ? നോ, ഇറ്റ്സ് ടൈം. നിങ്ങൾ ആഘോഷിക്കൂ. ഇത് നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള സമയമാണ്. ആഘോഷിക്കട്ടെ. ഇനിയും റൗണ്ടുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പുതിയ വെല്ലുവിളികളും കാത്തുകൊണ്ട് ആ വെല്ലുവിളികളൊക്കെ നിങ്ങൾ പതിയെ ജയിച്ച് ആ സുവർണ്ണ കിരീടത്തിൻ്റെ അടുത്തേക്ക് എത്തൂ. That's cool. Hey, signing off from here. Bye. ഫസ്റ്റ് ടച്ച് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.